അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനും മോനൂസും ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, രാവിലെയാണ്. കുറച്ച് നേരം പോയി, വെളിച്ചം വരുന്നുണ്ട്. ഞങ്ങൾ പത്രം ഇടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളിയാഴ്ചയുടെ തുടക്കത്തിൻ്റെ ഒരു ഭാഗമാണ്. രാവിലെ നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പത്രം ഇടാൻ പോകും. ഇന്ന് ലേശം നേരം പോയി. പോലെ മനസ്സേ, യു ആർ റെഡി? പറയാൻ മറന്നുപോയി, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്രം എടുത്തിട്ടുണ്ട്. മോനൂസ് വരികയാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ പത്രം ഇടാൻ വേണ്ടി ചെന്നലോട് വന്നു, പത്രം എടുത്തു, നമ്മൾ പോവുകയാണ്. ഓക്കെ, ആദ്യത്തെ പത്രം മോനൂസ് എടുക്കുകയാണ്. ഇന്നത്തെ ചിലപ്പോ കൊക്കിനെ കാണും ഗായ്സ്. പോട്ടെ, വേഗോ സ്പീഡ്. ഞമ്മളിപ്പോ വയലിൽ കൂടെ ഇവിടെ പോവാണേ. റോഡ് നോക്കിട്ടോ. ഇതാണ് മാങ്ങ, പുളിമാങ്ങ ഒക്കെ പറയും. കവറോ അതിന് മാത്രം ഇവിടെ ഉണ്ടോ? മാങ്ങ എടുക്കാൻ നേരല്ല. ഇന്ന് രാവിലെ തന്നെ കണ്ട കാഴ്ചകളിൽ മഴക്കാലത്ത് ഈ സീസണിൽ മാത്രം കാണുന്നൊരു കാഴ്ചയാണ്. ചെല്ലുന്ന വഴികളിലൊക്കെ ഈ പുളിയമ്മാങ്ങ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. മുഞ്ചി മാങ്ങ എന്നൊക്കെ പറയും ചില സ്ഥലത്ത്. ഏതായാലും ഇത് തിന്നാൻ നല്ല രുചിയാണ്. പുളിയാണെങ്കിലും നല്ല മധുരം ഉണ്ടാവും. ഒരു മധുരം കലർന്ന പുളിയാണ്, ഒരു രസമാണ്. ഈ സമയത്ത് മാത്രമേ അത് കാണുള്ളൂ കേട്ടോ ഈ കാഴ്ച. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമുക്ക് ഓരോ കാലത്തും ഓരോ അനുഭവങ്ങളാണല്ലോ. ആ അനുഭവങ്ങൾ അതില്ലാത്ത കാലത്ത് ഇപ്പോൾ കടുത്തൊരു വേനൽ വരികയാണ്. ആ സമയത്ത് നമ്മൾ ഈ വീഡിയോ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കുളിർമ തോന്നും, ഒരു ആശ്വാസം തോന്നും. നമ്മുടെ പ്രകൃതി അത്ര മനോഹരമാണെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, വയനാട്ടിലെ ചില സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന കാഴ്ചയാണിത്. ഒരു കൃഷിക്കുള്ള ഒരുക്കാണ്. വയലുകൾ ഇങ്ങനെ വിശാലമായ ധാരാളം വയലുകൾ. കർഷകർ രാവിലെ തന്നെ വയലിലേക്ക് ഇറങ്ങി അവരുടെ ജോലി ആരംഭിക്കുകയാണ്. ദൂരെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. കർഷകർ പണി ആരംഭിക്കാൻ പോവാൻ. വെയിലായാലും മഴയായാലും അവരവരുടെ ജീവിത വൃത്തിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു കാഴ്ച. വാഴകൾ കുലച്ച് നിന്നിട്ടുണ്ട്. വാഴകളൊക്കെ അതാ നല്ല വാഴക്കുലകൾ കുലച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യെസ്, കറക്റ്റ്. നീർച്ചാലുകൾ എന്തിനാ അറിയോ? കൃഷീൻ്റെ സ്ഥലത്തേക്ക് വെള്ളം വരാൻ അവർ കുഴിച്ച് വെച്ചാണ് കേട്ടോ. അതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകും. ഇങ്ങനെയൊക്കെയാണ് വെള്ളിയാഴ്ചയിലെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ മദ്രസൊക്കെ ഉള്ള ഇപ്പോൾ 3 ദിവസം തന്നെ പരിപാടി. നാളെ ഇപ്പോൾ 3 ദിവസം ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് ഓരോ വെള്ളിയാഴ്ചകളിലും പത്രവിതരണം നടക്കുന്നത്. സുപ്രഭാതം പത്രമാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്കറിയാം ഒരുപാട് നാടുകളിൽ
ഇതുപോലെ മദ്രസയിലെ മുഅല്ലിമീങ്ങൾ തന്നെയാണ് പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കുട്ടികളിലൂടെയും ആ നാട്ടിലെ പ്രതിഫലം ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകൾ സുപ്രഭാതം എന്ന പത്രമായതുകൊണ്ട് അത് നാട്ടിൽ വിതരണം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ ഒരു പ്രചാരണവും കൂടിയാണ് ആളുകൾ ലക്ഷ്യമാക്കുന്നത്. ആ തരത്തിൽ ഒരു ലാഭേച്ഛയും ഇല്ലാതെ കുറേ ആളുകൾ ഇതിനു വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഏജൻറ്റ് കൃത്യമായി ഉണ്ടോ? എന്തൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ? അതൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.